ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആരും വേണ്ട എന്റെ കൂടെ. ആ എന്റെ കാര്യങ്ങളൊക്കെ ഈശ്വരനറിയാം. ഭഗവാൻ എന്നെ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടെ വന്ന് ഈ ബിരിയാണി മറ്റും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ബിരിയാണി അവന് വലിയ ഇഷ്ടാ. അതെനിക്ക് തന്നെ അവന് വിളമ്പി കൊടുക്കണമെന്നൊരാഗ്രഹം. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഭാമേ. 2 ദിവസം മുമ്പേ അവന്റെ നേരെ അവന്റെ കാശ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അതേ ഭാമ തന്നെയാണോ അവന് വേണ്ടി ബിരിയാണി കൊണ്ട് കാത്തിരിക്കാൻ തയ്യാറാവുന്നേ? പല മുഖങ്ങളിൽ, പല രൂപത്തിൽ, പല രീതിയിൽ ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെയാ ഭാമയെ കഴിയുന്നേ? എനിക്ക് അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞതിൽ അല്പം വിഷമമുണ്ടെന്ന് കൂട്ടിക്കോ. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് തന്നെ ഈ ബിരിയാണിയും വെച്ചുള്ള കാത്തിരിപ്പ്. എന്റെ മോനല്ലേ, അവൻ എന്നോട് ക്ഷമിച്ചോളും. എത്ര രാത്രിയായാലും അവൻ വന്നിട്ട് ഞാൻ കിടക്കൂ. അവനത് കഴിക്കാൻ മനസ്സിലേക്ക് നീ എന്ത് ചെയ്യും? ഈ ബിരിയാണി കൊണ്ട് നീ ഇവിടെ കാത്തിരിക്കത്തല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ പിന്നെ ഒരു നിമിഷം എന്നോട് നിൽക്കത്തില്ല. എന്റെ കാശ് വേണ്ട, എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനോട് നിൽക്കണോ അവൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ അതിലവനെ എങ്ങനെ തെറ്റു പറയാൻ പറ്റും ഭാമേ? അത്രത്തോളം മനസ്സ് വിഷമിച്ച് അവനോട് ഇറങ്ങിപ്പോയത്. രാഘവേട്ട, ഇനി ആദ്യം ഇതും പറഞ്ഞ് എന്റെ മനസ്സ് വിഷമിപ്പിക്കില്ല കേട്ടോ. എന്റെ കുഞ്ഞിന് എന്നോട് വഴക്കിട്ട് പോകാനൊന്നും സാധിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ആ ഒരു ഉറപ്പ് തന്നെ ആ ഭാമയെ നിന്റെ പരാജയവും. ശരിക്കു പറഞ്ഞ നിന്നെ എല്ലാവരും അങ്ങ് സഹിക്കുക. ഇന്ന് ശാലിനിയും ശാലിനിയുടെ അമ്മയും ആ കുട്ടികളും കൂടെ ഇവിടെ വന്നു. ആ കുട്ടികൾക്ക് അല്പം മധുരമൊക്കെ കൊടുത്ത് വളരെ സൗഹാർദ്ദപരമായിട്ട് പറഞ്ഞേക്കേണ്ടതിന് പകരം നീ എന്തുവാ ചെയ്തേ? അവരെ കണ്ണീരോടെ ഇവിടെ നിറക്കി വിട്ടു. നിന്നെ സഹായിക്കാനും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശ്വസിപ്പിക്കാനുമായിട്ടാ അവരിങ്ങോട്ട് വന്നത്. അവരിങ്ങനെ ഇവിടെ വന്നില്ലെങ്കിലും അവരോട് ഒരാളും ചോദിക്കാൻ പോകുന്നില്ല. സത്യഭാമയും ഭർത്താവും മോനും കൂടി വീട് മാറി താമസിച്ചിട്ടും നിങ്ങൾ എന്താ പോവാൻ ഞാൻ ചോദിക്കൂല. ഇത് അവർക്ക് നമ്മളോടുള്ള നമ്മുടെ വീടുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാ വന്നേ. സാമാന്യ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആ കുട്ടികളെങ്കിലും വിളിച്ചകത്ത് നിർത്തി ഒരു ചായ താരാക്കി കൊടുക്കുകയൊക്കെ ആയിരുന്നു ഈ വീട്ടിലെ ഗൃഹനാഥയായി നീ ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് നീ എന്താ ചെയ്തേ? നിന്റെ പേരക്കുട്ടി അടക്കം ഒന്നും കൊടുക്കാതെ നീ ഇറക്കിയും വിട്ടു. അല്ല, അത് പിന്നെ എന്നെ കൊച്ചാക്കാനും അപമാനിക്കാനും വന്ന ഞാൻ സഹിക്കത്തില്ല. അല്ല, നിങ്ങള് ഞാൻ വെച്ച പുളിയിഞ്ചി ഉച്ചയ്ക്ക് കൂട്ടിയല്ലോ, അതിൽ എന്തെങ്കിലും തരത്തിൽ എരിവ് കൂടിയതിന്റെ കുത്തലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ ശാരദയ്ക്ക് തോന്നി അതിന് ചെറിയ കുത്തലുണ്ടെന്ന്. കുത്തലുള്ളതേ ശാരദയ്ക്ക, എന്നോട്. ഈ രീതിയിലാ നീ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ മാത്രമേ നിന്നോടൊപ്പം കാണൂ ഭാമേ. കാരണേ എന്നെ പോലെ നിന്നെ സഹിച്ചു നിൽക്കാനുള്ള ക്ഷമയൊന്നും മറ്റുള്ളവർക്ക് കാണത്തില്ല. ഇനിയെങ്കിലേ കാര്യഗൗരവമായി ജീവിതത്തെ കണ്ട് ചിന്തിച്ചും കുറവുകൾ ഉൾക്കൊണ്ടും ജീവിക്കാൻ ശ്രമിക്കേ. അങ്ങനെ ജീവിക്കും ഭാമേ. ഓ, ഇല്ലെങ്കിലേ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആരും വേണ്ട എന്റെ കൂടെ. ആ എന്റെ കാര്യങ്ങളൊക്കെ ഈശ്വരനറിയാം. ഭഗവാൻ എന്നെ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടെ വന്ന് ഈ ബിരിയാണി മറ്റും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിക്കണമെങ്കിലേ വിഷ്ണു തന്നെ വന്ന് കഴിക്കണ്ടേ? അതിന് അവന്റെ മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇതൊക്കെ എത്ര പറഞ്ഞേക്കുന്നു, ആര് കേക്കാനാ? ഒരു ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ നിന്റെ അമ്മ ബാക്കി വെച്ചത് ഈ വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയാണോടി നീ ഇപ്പൊ എല്ലാരും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയത്? ഒരു ലോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സത്യാമ്മയെ വിലക്കെടുക്കാൻ വന്നേക്കുന്നു.
എന്താ അമ്മേ, എന്തു പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ രോഹിത്തിന്റെ ഈ പോക്ക് നമ്മളെ കൊണ്ട് എന്താ മോളെ ചെയ്യാൻ പറ്റുക? കണ്ടില്ലെന്നും പറഞ്ഞ് അങ്ങനെ കണ്ണടച്ച് വിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ ശ്യാമയുടെ ജീവിതമല്ലേ അവൻ ഈ പന്ത് തട്ടുന്ന പോലെയിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത്. രോഹിത്തിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും തെറ്റുകാരാ അമ്മേ. അതിനി പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനാവില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇതിന് മാറ്റം വരണമെങ്കിൽ അതിന് ശ്യാമ തന്നെ വിചാരിക്കണം. ശ്യാമയെ പോലും വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നവൻ ഇനി എന്ത് മാറ്റം വരാനാ? അവനെ ഇപ്പൊ നിയന്ത്രിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും മറ്റു ചിലരാണല്ലോ. അവരോതി കൊടുക്കുന്നതല്ലേ അവൻ ചൊല്ലൂ. ഇല്ല, ഞാൻ ചെയ്യില്ല. പപ്പി നിക്കാൻ നിക്കാൻ. മോളെ പപ്പി നിന്നോടാ പറഞ്ഞത് പോയിരുന്ന് ഹോംവർക്ക് ചെയ്യപ്പോ. ഇല്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹോംവർക്ക് ചെയ്യില്ല. ദേ, അവിടെ സത്യം ഇരുന്ന് ചെയ്യുന്ന കണ്ടില്ലേ? അതുപോലെ നിനക്കിരുന്ന് ചെയ്താൽ എന്താ? എന്റെ ഹോംവർക്ക് എനിക്ക് ചെയ്തു തരുന്നത് അച്ഛനാ. അച്ഛൻ വന്നിരുന്ന ഹോംവർക്ക് ചെയ്തു തന്നാലേ ഞാൻ ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. മോളെ കണ്ടില്ലേ ഇവളുടെ ഒരു വാശി? അമ്മേ വേണ്ട മോളെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ഇവളുടെ അച്ഛനെ ഞാൻ എന്ത് പറഞ്ഞു കൊണ്ടുവരാനാ? ഞാൻ വിളിച്ചാ തന്നെ ഇനി വരുവോ? മോളെ പപ്പി വാശി പിടിക്കല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ അച്ഛനെ ശാരദാമ്മ കൊണ്ടുവരും. മോളിപ്പൊ പോയി ഹോംവർക്ക് ചെയ്തേ, ഇല്ലെങ്കിലേ ടീച്ചർ വഴക്കു പറയൂലേ. മോളെ മാത്രമല്ല, ഫോണിൽ വിളിച്ച് അമ്മയും ഞങ്ങളെ ഒക്കെ ടീച്ചർ വഴക്കു പറയും. ചിലപ്പോ സ്കൂളിലേക്കും വിളിപ്പിക്കും. എന്തിനാ ഞങ്ങളെയൊക്കെ വെറുതെ ചീത്തയേൽപ്പിക്കുന്നത്? നല്ല കുട്ടിയല്ലേ, ചെന്ന് നല്ല കുട്ടിയായിട്ട് ഹോംവർക്ക് ചെയ്യും. ഇല്ല, അച്ഛൻ എന്റെ അടുത്ത് വരാതെ ഞാൻ ചെയ്യില്ല. എനിക്ക് എന്റെ അച്ഛനെ കാണണം. ഏയ് ഏതച്ഛനാ? ശ്യാമേ, നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ല. അയാൾ അയാളുടെ കാര്യം നോക്കി ജീവിക്കട്ടെ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ ഇനി ജീവിക്കാൻ പോകുന്നേ. ഇനി മേലാൽ അച്ഛന്റെ കാര്യം ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയും, എനിക്ക് എന്റെ അച്ഛനെ കാണണം. ആഹാ, നീ അത്രയ്ക്കായോടി? തല്ലല്ലേ? അമ്മേ, ഞാനിത് ശ്യാമേ, ഇത്തിരി പോന്ന കുട്ടിയോടാണ് ഈ ദേഷ്യം കാണിക്കുന്നത്. പോട്ട് മോളെ. എന്താ ശ്യാമയെ കാണിക്കുന്നെ? എന്തിനാ മോളെ തല്ലുന്നെ? അപ്പൊ കുഞ്ഞിച്ചി ഇവിടെ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഈ രാത്രിയില് ഞാൻ എവിടെ പോയി വിളിച്ചോണ്ട് വരാനാ ഇവളുടെ അച്ഛനെ?